പുള്ളിക്കാരൻ പറഞ്ഞ നിന്നെ എന്ന് കൊല്ലുന്ന അന്ന് സീരിയൽ കഴിയുന്നാണ് പറഞ്ഞത്. മൊത്തം എത്ര ഭാര്യമാരുണ്ടായിട്ടുണ്ടായിരിക്കും ചേട്ടന്? 30 സംതിങ് ഉണ്ട്. ഇത് ഒരുപാടുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ഒരുപാടുണ്ടെന്ന്. ഓഡിറ്റോറിയത്തിൽ പോകുമ്പോഴും ഞാൻ ആലോചിക്കും ഇവിടെ ഞാൻ 2 കിട്ടിയതാണല്ലോ എന്ന് ഞാൻ പറയും. ജീവിതത്തിൽ ഒരു അങ്ങനല്ല ലഞ്ചൊക്കെ കഴിയുമ്പോൾ സോന ചേച്ചിക്ക് എടാ നല്ല ഐസ്ക്രീം ഇല്ലേ കഴിക്കാൻ തോന്നുന്നല്ലേ, ഭയങ്കര എക്സ്പ്രസ് എന്നൊക്കെ പറയും. എന്റെ ഉള്ളിലെ വേദന ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അഡ്വഞ്ചർ തിങ്സ് ഒക്കെ ചെയ്യാൻ പുള്ളിക്കാർക്ക് ഭയങ്കര ഇഷ്ടം. മതില് ചാടുന്നതൊക്കെ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ചാടിയിട്ടുണ്ട്, അത് നമ്മൾ ചാടിയിട്ടുണ്ട് ഓഫ് കോഴ്സ്. പണ്ട് സ്കൂൾ ടൈമിലൊക്കെ അങ്ങനെ പിന്നെ കാറ്റൊക്കെ വീശുമ്പോ കിടന്ന് ആടുന്നതും ഇങ്ങനെയാണ്. ട്രാക്ടറൊക്കെ ഓടിക്കുമ്പോ ഇങ്ങനെ പോയിരുന്നു അല്ലേ. ഈവൻ എൻ്റെ ഭാര്യയായിട്ട് ഞാൻ പുറത്തു പോകുമ്പോൾ കൂടി അവൾ എന്നെ ദേഷ്യത്തോടെ നോക്കുന്ന രീതിയിലുള്ള കാര്യം വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാല് നമ്മൾ ഈ സാരി ഹൗസ് ഇവിടെയൊക്കെ പോകുമ്പോൾ മോളെ എനിക്ക് ഇവൻ എന്നെ കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ അവളൊരു നോട്ടുണ്ട്. സൂര്യ അങ്ങോട്ട് വരുന്നുണ്ട് ആ വേലക്കാരിയോടൊപ്പം. നന്ദിനി, ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് എന്തിനീ കാര്യം എന്നോട് മറച്ചു വെച്ചു? സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. വെൽക്കം ടു ജംഗോ സ്പേസ്. ഞാൻ കിങ്ങിണി. സൂര്യ ടി വിയിലെ സ്വയംവര പന്തൽ എന്ന സീരിയലിന്റെ വിശേഷങ്ങളുമായി ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ജിത്തു വേണുഗോപാൽ, കൃഷ്ണപ്രിയ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഇപ്പം സൂര്യയിൽ ഇത്രയും ഒരു ചെറിയ നാളുകൊണ്ട് തന്നെ വളരെ ഓഡിയൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തൊരു സീരിയലാണിത്. ഇപ്പം തന്നെ റേറ്റിംഗിലും ഒക്കെ ലീഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അതിൽ ലീഡിങ് ക്യാരക്ടേഴ്സാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് നറേറ്റീവ് ഫസ്റ്റ് ഒരു 4 വീക്ക് ആയിട്ടല്ലേ, 4 വീക്കായിട്ട് റേറ്റീവ് ഫസ്റ്റ് തന്നെയാണ്. വളരെ സന്തോഷം. നല്ലൊരു സബ്ജക്റ്റാണ്, റീമേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു അതൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അല്ലേ, ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുമെന്നാണോ? അതെ റീമേക്ക് ആയതുകൊണ്ട് തന്നെ സാധാരണ റീമേക്ക് സീരിയൽ അത്ര ഒരു ഹൈപ്പ് കൊടുക്കാറില്ല എന്നാണ് പൊതുവേ കേൾക്കാറുള്ളത്. അതെ. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നല്ലൊരു അല്ലേ, പേടി ഉണ്ടായിരുന്നു, പക്ഷേ സ്റ്റിൽ ഭയങ്കര എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. അല്ല അവിടെ സൺ ടി വി തന്നെ അവിടെ ഒരു ഹൈപ്പാക്കി വെച്ചൊരു സംഭവം ഇവിടെ വരുമ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ അത് വർക്കൗട്ട് ആവോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും വർക്കൗട്ടായി, ആൾക്കാർ. ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ അറിയുന്നത് BBA പഠിക്കുന്ന സമയത്തോ കഴിയുന്ന സമയത്തോ എന്തായിട്ടാണ് ആദ്യമായിട്ട് സീരിയലിൽ വരുന്നത്. ഒരു തമിഴ് സീരിയലിലായിരുന്നു, പൊള്ളാച്ചിയിൽ വെച്ചിട്ട് ഒരു 3 ഡേ ഷൂട്ടിംഗ് ആയിരുന്നു. അതിനുശേഷം മലയാളത്തിലേക്ക് വരുന്നു. ഇപ്പം പല ചാനലിൽ ഓടി നടന്ന് ചേട്ടൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇഷ്ടം പോലെ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ജേർണി നോക്കിക്കാണുന്നത്? ഇഷ്ടം പോലെ എന്ന് പറയുമ്പോൾ ഇല്ല, മൗനരാഗം ചെയ്യുന്നു, കൈയോടെ ഇതും ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റിൽ ഒന്നാണിത്. എനിക്കൊരു എന്താ പറയുക, ഞാനിതിൻ്റെ തമിഴ് റീമേക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയൊരു സീൻസ് കുറേ ഉണ്ട് ഇതിൽ. തമിഴിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്, പിന്നീട് മലയാളത്തിലേക്ക് എങ്ങനെയായിരുന്നു ഇപ്പോൾ എൻട്രി ചെയ്തിരുന്നത്? സീതാ കല്യാണമായിരുന്നു, നമ്മുടെ ഈ സെയിം പ്രൊഡക്ഷൻ തന്നെയാണ്. ഓഡീഷൻ ത്രൂ അങ്ങനെയാണോ, എങ്ങനെ അതിലേക്ക്? ഇല്ല, സുനിൽ കാര്യാട്ടുകര ഫിലിം ഡയറക്ടറാണ് ഇപ്പോൾ പവിത്രം എന്ന് പറഞ്ഞ സീരിയലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പവിത്രം എന്നുള്ള സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ ഇപ്പോൾ കറൻറ്റ്ലി ഫിലിംസൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു മൂവി പകിട ഇറങ്ങുന്ന ടൈമിൽ പുള്ളിക്കാരൻ വലിയൊരു ഫാനായിരുന്നു. പുള്ളിക്കാരനായിട്ട് ഞാൻ കോൺടാക്റ്റൊക്കെ ചെയ്യും. അപ്പോൾ ഫിലിം വർക്ക് വന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാൻ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഞാൻ വേറൊരു ചാനലിൻ്റെ ഒരു സീരിയലിൽ കമ്മിറ്റ് ചെയ്തിരുന്ന ടൈമിലാണ് പുള്ളിക്കാരൻ എന്നെ വിളിക്കുന്നത്. നൈറ്റ് 1 മണിക്കാണ് വിളിക്കുന്നത്. നീ പെട്ടെന്ന് കയറി വാ. അങ്ങനെ ആക്സിഡൻ്റലി ഞാൻ വന്നതാണ്. അന്ന് കയറി ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ക്യാരക്ടേഴ്സ് നല്ലത് ചെയ്ത് നന്നായിട്ട് പോകുന്നു. ഒരു എളിമയാണോ? ഇല്ല, ചേട്ടൻ എല്ലാം ഭയങ്കര ലീഡിങ് ആയിട്ടുള്ള ചാനൽസിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയി. അപ്പം ഏഷ്യാനെറ്റിൽ കൂടെ വന്നതുകൊണ്ട് തന്നെ ആയിരിക്കും എല്ലാവർക്കും അറിയാം. ഒരുപാട് ഇപ്പം കുറേ സീരിയൽ ആർട്ടിസ്റ്റുകളെ എടുക്കുമ്പോൾ ചിലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ചേട്ടനെയൊക്കെ ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. പേര് പറയുമ്പോൾ തന്നെ അറിയാം, ഇന്ന ക്യാരക്ടർ എടുത്ത് പറയും. മൗനരാഗത്തിൽ നമ്മുടെ പേരിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്ത ക്യാരക്ടേഴ്സ് നെയിമാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർ. ഒരു തരികിട ക്യാരക്ടറാണ്, മനോഹർ എന്നുള്ള ക്യാരക്ടർ. ഇവിടെ പറയാൻ പാടില്ല, എന്നാലും പറയാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആ ക്യാരക്ടറാണ് ചെയ്തത്. അപ്പോൾ അതെന്ന് വെച്ചാൽ നെഗറ്റീവ് ക്യാരക്ടർ ആയാലും കൂടി ആ ഒരു എന്താ പറയുക, അതിൽ എൻ്റെ പേരായിട്ടുള്ള സ്ത്രീയെ വെറുക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഞാൻ കല്യാണം കഴിച്ച രീതിയിൽ അവരെ വെറുക്കുമെങ്കിലും അവർക്കെതിരെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത് ഈ ക്യാരക്ടറാണ്. അപ്പോൾ ഓഫ് കോഴ്സ് എന്താണ് സംഭവിക്കുക എന്നുള്ള ഒരു ഇതുണ്ടായിരിക്കുമല്ലോ. പിന്നെ കുറേ കെട്ടുന്നു,
ഇതിലും കെട്ടി, ഇതിലും കിട്ടി. മൊത്തത്തിൽ കുറെ കെട്ടി. ഞാനത് ചോദിക്കാൻ വരെയായിരുന്നു, ഞാൻ അതിലേക്ക് എത്താം. ചേട്ടന്റെ കല്യാണങ്ങളെ പറ്റിയിട്ട് ഞാൻ ചോദിക്കാൻ കല്യാണങ്ങളെ പറ്റി. അതെ, ഓരോ എന്താ പറയുക ഓഡിറ്റോറിയത്തിൽ പോകുമ്പോഴും ഞാൻ ആലോചിക്കും, ഇവിടെ ഞാൻ 2 കിട്ടിയതാണല്ലോ ഞാൻ പറയും. ഓക്കെ. ഇതിൽ നന്ദിനിലും കെട്ടാൻ പോയ ഓഡിറ്റോറിയം ഞാൻ 2 കിട്ടിയതാണ്. ഇതിന് മുന്നേ 2 വട്ടം കിട്ടി. ജീവിതത്തിൽ ഒരു അങ്ങനല്ല കേട്ടോ, ജീവിതത്തിൽ ഒരു കല്യാണം എല്ലാവരും കഴിക്കുന്ന സമയത്ത് ചേട്ടന് ഭയങ്കര ഭാഗ്യമാണ്. എത്ര കല്യാണം കഴിച്ചുകൊണ്ടാ പറ്റിയത്. എൻ്റെ ഒറിജിനൽ കല്യാണത്തിന്റെ ഒരു 1.5 ആഴ്ച മുമ്പാണ് മൗനരാത്തിലൊന്ന് ഒരു കല്യാണം കഴിഞ്ഞത്. അപ്പോൾ അതിലൊന്ന് പ്രാക്ടീസ് ആയി അതിലേക്കുള്ള എന്താണ് ചടങ്ങും കാര്യങ്ങളൊക്കെ. ചേട്ടന്റെ റിയൽ ലൈഫിലെ കല്യാണവും ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു, വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആ സമയത്ത്. ഓക്കെ. എടാ, താരോദ്യം എന്ന് പറയുന്ന ഷോയിലൂടെയാണ് തോന്നുന്നല്ലേ ഫസ്റ്റ് വരുന്നത്? ന്യൂ ഫേസ് 100 വരുന്നത്. കസ്തൂരിമാനിൽ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ തമിഴ്, തെലുങ്ക്, ഇങ്ങനെ ഓടി നടന്ന് അഭിനയിക്കുന്നത്. എങ്ങനെയാണ് എല്ലാ ഭാഷയിലും അഭിനയിക്കാൻ പറ്റുന്നത്? അല്ല, എനിക്ക് ലാംഗ്വേജ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ലാംഗ്വേജും പഠിക്കാൻ അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യാൻ പോയത്. അങ്ങനെയല്ല, എനിക്ക് അറിയാത്ത ലാംഗ്വേജ് പഠിച്ച് ചെയ്യാന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. തമിഴൊക്കെ എനിക്ക് അറിയായിരുന്നു. തമിഴ് അറിയാൻ മീൻസ് പറയുന്നതൊക്കെ മനസ്സിലാവായിരുന്നു. പിന്നെ അവിടെ ചെന്ന് തമിഴ് സംസാരിക്കാൻ പഠിച്ചു. പിന്നീട് ഇവള് പറഞ്ഞ അവർക്ക് മനസ്സിലായില്ല എന്നാ പറഞ്ഞു. എനിക്കറിയുന്ന തമിഴല്ലായിരുന്നു എന്നെ സൊല്ലേ അവര് പറഞ്ഞു. ഇവളെന്താ പറയും, നീ എന്നെ സൊല്ലേ നിജന്താ സൊല്ലേ എന്ന് പറഞ്ഞു. തെലുഗു ആയിരുന്നു കുറച്ച് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു, പഠിച്ചെടുക്കാൻ കുറച്ച് ടൈം. എത്ര ലാംഗ്വേജസ് അറിയാം ടോട്ടൽ? എനിക്ക് അതായത് ഇംഗ്ലീഷ്, മലയാളം, തെലുങ്കു, തമിഴ്, കന്നഡ ഒന്നും പറയല്ലേ? ഇല്ല, കന്നഡ അറിയില്ല. ഓക്കെ, പഠിച്ചല്ലോ അല്ലേ, അത് വലിയ കാര്യമാണ്. ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ അറിയാം ലാംഗ്വേജ് ഒക്കെ? അറിയാം. അപ്പൊ ഈ 3 ലാംഗ്വേജിൽ അഭിനയിക്കുമ്പോഴത്തേക്ക് എന്താ ഡിഫറൻസ് ശരിക്കും ഫേസ് ചെയ്തിട്ടുള്ളത് ആക്ടിങ്ങിലാണെങ്കിലും ഒക്കെ? ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിങ് ഇവിടെ വേണ്ടൂടെ. പക്ഷെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ തന്നെ ചില സീരീസിൽ അവർ ഓവർ ആക്ടിങ് ആവശ്യപ്പെടാറുണ്ട്. ചിലതിലൊക്കെ കുറച്ചുകൂടെ ഓവർ ആക്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നതുണ്ട്. പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് ഇവിടെ നോക്കുമ്പോൾ കുറവാണ്. അവിടെ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ അധികം ആയിട്ട് ഇടാൻ പറയും. എല്ലാം കുറച്ച് കൂടുതൽ അവിടെ ഇടാൻ പറയും. ഷോക്കൊക്കെ ആണെങ്കിൽ അവിടെ അതെ സെയിം. തമിഴ്, തെലുങ്ക് ഒക്കെ അങ്ങനെ തന്നെ കുറച്ച് ആക്ടിങ് വൈസ് കുറച്ച് ഇതാണ്. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. തമിഴിന്റെ കാര്യം പറയുമ്പോൾ ചേട്ടനും കുറച്ച് കണക്ഷൻ ഉണ്ടെന്നല്ലേ? അമ്മ കോയമ്പത്തൂർ അങ്ങനെ എന്തോ ഒരു കണക്ഷൻ എന്തോ എല്ലാം പഠിച്ചു വെച്ചിട്ടാവുന്നല്ലേ? പഠിക്കണ്ടേ? എനിക്കും അറിയില്ല. ഇന്റർവ്യൂ എടുക്കുമ്പോൾ നമ്മളതൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ? ഫാമിലി പരമായിട്ട് അവിടെ കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരിപ്പോ മസ്കറ്റിലാണ് അവിടെ സെറ്റിൽ. ചേട്ടൻ തമിഴ് കൾച്ചർ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താ അവരുടെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം? എന്താ തമിഴ്? അവരുടെ ഓഫ് കോഴ്സ് അവരുടെ ഫുഡ് തന്നെയാണ്. ഫുഡാണ് ഇഷ്ടം. എന്തായിട്ട് അത് നമ്മളിത് കഴിക്കാൻ വേണ്ടി ബേസിക്കലി ഒരു ഫുഡിയാണ്. ഞാനിത് പക്ഷെ ഇത് കേട്ടിട്ടുള്ളത് ആരെ പറ്റിയാന്നറിയോ? കൃഷ്ണനെ പറ്റി കേട്ടിട്ടുണ്ട്. ഉൾട്ടടിച്ചണ്ട. ഞാനിത് കേട്ടിട്ടുണ്ട്. അതായത് ഫുഡ് മീൻസ് ഭയങ്കര ആസ്വദിച്ച് സമയമെടുത്ത് പയ്യെ കഴിക്കുന്ന ആളാണ്. അത് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. കുറച്ച് ക്വാണ്ടിറ്റി. ഇതുപോലെ തന്നെ ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. ഫുഡ് എന്നുള്ള രീതിയിൽ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ എല്ലാവരും ഫുഡികളാണ്. രണ്ടുപേരും മാത്രമല്ല. അതുകൊണ്ട് തന്നെ ഓരോ നേരം ആകുമ്പോ സ്വിഗ്ഗിയിലൊക്കെ സൊമാറ്റോയിലൊക്കെ ഓർഡർ കഴിക്കാം. ഇന്നിപ്പോ പ്ലാൻ ഉണ്ടായിരുന്നു സ്വീറ്റ്സ് എന്തായാലും വേണമെന്നൊക്കെ പറയും. നല്ല ഐസ്ക്രീം ഇല്ലേ കഴിക്കാൻ തോന്നുന്നല്ലേ ഭയങ്കര എക്സ്പ്രസ് ചെയ്ത് നല്ല അപ്പൊ നിങ്ങൾക്കും കഴിക്കാൻ തോന്നും. ഞാൻ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ കൃഷ്ണ കുറച്ച് ലേറ്റ് ആവും പയ്യെ കഴിക്കുന്ന പഴയ ഏതൊരു ഇന്റർവ്യൂവിന്റെ സമയത്താന്ന് തോന്നുന്നു വന്നിരുന്നിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇന്ന് എനിക്ക് അതിന്റെ എക്സ്പീരിയൻസ് കിട്ടി. കുറച്ച് നേരം എനിക്ക് കുറച്ച് ടൈം വേണം, അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. എനിക്ക് ടൈം ഉണ്ടെങ്കിൽ എനിക്ക് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് കഴിക്കാം. ഹാരി പറയായിട്ട് വാരി വലിച്ചു കഴിച്ചു പോകാൻ എനിക്ക് താല്പര്യമേ ഇല്ല. പതുക്കെ കഴിച്ച് എനിക്ക് ഇരുന്ന് സമാധാനത്തോടെ കഴിക്കണം. കഴിക്കുമ്പോൾ ചില ആൾക്കാർ കണ്ടല്ലേ നിന്ന് അയ്യോ റെഡിയായി എന്നൊക്കെ അങ്ങനെ കഴിക്കുന്ന ഞാൻ അങ്ങനെ കഴിക്കില്ല. എനിക്ക് പറ്റില്ല കഴിക്കാൻ. തൃശ്ശൂരല്ലേ വീട് വരുന്നത്? അപ്പൊ ട്രിവാൻഡ്രത്ത് ഇപ്പൊ ഷൂട്ടിന് വരാൻ നിൽക്കുമ്പോൾ ഇവിടുന്ന് ട്രൈ ചെയ്ത ഫുഡ് എന്താ ഇഷ്ടപ്പെട്ടത്? ട്രിവാൻഡ്രം എനിക്ക് ഇവിടുത്തെ ചിക്കൻ പെരട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയാൻ വന്നാണ്
പറഞ്ഞു. പെരട്ട് തന്നെയാണ് അല്ലേ? ഞാൻ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം പെരട്ട് കഴിക്കുന്നത്, നാടൻ ചിക്കൻ പെരട്ട്. ഭയങ്കര ഇഷ്ടമായി. നല്ല ഇഷ്ടമായി. മൊത്തത്തിൽ നോക്കുമ്പോൾ ട്രിവാൻഡ്രം തന്നെയാണ്, അല്ല കാലിക്കറ്റ് ഫുഡാണ് ഏറ്റവും നല്ല ഫുഡ്. കമ്പാരിറ്റീവ്ലി ഇതും കുഴപ്പമില്ല, ഇത് നല്ലതാണ്. ട്രിവാൻഡ്രം നല്ല. ചേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയ ഇഷ്ടംപോലെ ഭാര്യമാരുമായിട്ട് ക്യാരക്ടേഴ്സ് വന്നു പോയിട്ടുണ്ട്. ഇനിയിപ്പോ ഈ മൗനരാഗം സീരിയലാണ് തന്നെ എത്ര പേരാ ചേട്ടനുള്ളത്. ഈ പേരുകളൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കാറുണ്ട്. ഈ ഭാര്യ ഇന്ന ഭാര്യയോടെ ഞാൻ ഇന്ന പേരില്ല, ഇന്ന ആളിലൂടെ ഞാൻ ഇന്ന പേരില്ല, ഓർക്കാർക്ക് ഉണ്ടായിട്ട്. ഇപ്പോ 1400 എപ്പിസോഡ് കഴിഞ്ഞു. ലൈക്ക് ചേട്ടന്റെ ഇപ്പം ശരിക്കും ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് പോവാണ്. മൗനരാഗം 1400 എപ്പിസോഡ് ഇവിടെ. ഇല്ല, അത് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ലാസ്റ്റ് ഒരു മാരേജിന്റെ ഒരു സീക്വൻസ് എടുക്കുന്ന ടൈമിൽ നമുക്ക് ഏഷ്യൻ ചാനലിൽ ഒരു ഹെഡ് വന്നിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു നിന്നെ എന്ന് കൊല്ലുന്ന അന്ന് സീരിയൽ കഴിയുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ പെൺകുട്ടികൾ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ കേസുകളൊക്കെ. മെയിൻ എത്ര ഭാര്യമാരുണ്ടായിട്ടുണ്ടായിരിക്കും ചേട്ടന് സീരിയൽ പറയുകയാണെങ്കിൽ 10-30 സംതിങ് ഉണ്ട് സീരിയൽ പറയുന്നത്. പക്ഷെ ക്യാരക്ടേഴ്സിനെ കാണിച്ച ഒരു 6-7 വരുന്നുണ്ട്. ഓക്കെ. അല്ല, ഇതുവരെ അഭിനയിച്ച സീരിയലുകൾ എല്ലാം കൂടെ എത്ര ഭാര്യമാരെ കാണിക്കുന്നുണ്ട് ഇതുവരെ കഴിഞ്ഞ സീരിയലിലോ? ഇപ്പൊ ഇതിലാണെങ്കിലും നന്ദിനി, അങ്ങനെ നന്ദിനി ടോട്ടൽ എല്ലാത്തിലും കൂടെ 10 ഭാര്യമാരുടെ അടുത്തുണ്ടാവൂലേ? 10 ഭാര്യയുണ്ട്. 10 ഭാര്യമാരും പോട്ടെ, ഈ 10 ഭാര്യമാരും ആ ഓരോ വ്യക്തികളെ സ്നേഹിച്ചിരുന്ന വ്യക്തിയുടെ പേര് വ്യത്യാസം. അതായത് എൻ്റെ മനോഹർ, വിക്ടർ, റിയാസ്, പിന്നെ കുറെ പേര് എനിക്ക് തന്നെ ഓർമ്മയില്ല. കുറെ ഉള്ളതുകൊണ്ടാണ് ഓർമ്മയില്ലാത്തത്. അതിൽ ഒറിജിനൽ നെയിം എന്ന് പറയുന്ന അറിയാലോ, മൂന്നാർ മുരുകൻ എന്നാണ് ശരിക്കുള്ള പേരായിട്ട് പറയുന്നത്. അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത നല്ല നല്ല പേരുകളാണ്. പോയി വേറെ സീരിയലിലേക്ക് പോയി തുടങ്ങി. വേറെ സീരിയലിലൊക്കെ അത് തന്നെ. അത് വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ ഇപ്പം നമ്മൾ അവിടെ ഷെഡ്യൂൾ കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തുമ്പോൾ ആ ക്യാരക്ടർ വിട്ട് ഇതിലേക്ക് വരാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു കുറച്ച് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാറുണ്ടല്ലേ? അത് ഓഫ് കോഴ്സ് ഇത് ഒരു 24 hours മദ്യപിക്കുന്ന ഒരു ബൂസ് ഔട്ട് ആവുന്ന ഒരു ക്യാരക്ടറാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വയംവരപ്പന്തൽ. അപ്പോൾ അത് പിന്നെ ക്യാരക്ടർ വൈസ് അങ്ങനെയാണ്. ഇതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് സീതാ കല്യാണത്തിൽ ചെയ്തിട്ടുമുണ്ട്. അത് ബിഗിനിങ് സ്റ്റേജിൽ അതുണ്ടായിരുന്നു, പിന്നെ അതില്ല, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അടി തന്നെയാണ്. ഓക്കെ. കംപ്ലീറ്റ് ആയിട്ട് ഒരു മദ്യപാനി പോലത്തെ ഒരു ക്യാരക്ടറാണ് സൂര്യ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ചേട്ടൻ എന്തെങ്കിലും ലൈക്ക് എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്ത് ഈ മദ്യപാനി പോലെ ചെയ്യുമ്പോൾ അത് ഓവർ ലൈക്ക് നമ്മൾ ബൂസ് ഔട്ട് ആയി കഴിഞ്ഞിട്ട് ഒരു മോഡുലേഷൻ ഉണ്ടാവില്ലേ, വാക്കിംഗ്, വേ ഓഫ് വാക്കിംഗ്, സംസാരം, അത് മനോഹറിനില്ലല്ലോ. ക്യാരക്ടറിൽ നിന്ന് ആ ഷെഡ്യൂളിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ 1-2 ഷോട്ട് എനിക്ക് അങ്ങനെ ആയിരുന്നു. മദ്യപിച്ച് നടക്കുമ്പോൾ മനോഹർ വരും എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ബൂസ് ഔട്ട് ആയിട്ട് ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഒക്കെ വരുമ്പോൾ എന്ത് പറ്റി, സോറി ഞാൻ ആ ക്യാരക്ടറായി മാറി. അത് ഓഫ് കോഴ്സ് അങ്ങനെയാണ്, അത് നമ്മൾ ഇന്റൻഷ്യലി ചെയ്യണമല്ല, അങ്ങനെ ആയി മാറിപ്പോ. ഓക്കെ. ക്യാരക്ടറിന് വേണ്ടി ഒരുപാട് എഫേർട്ട് ഇടുന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല. തെങ്ങി കയറുന്ന വീഡിയോ വരെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ അത് മില്യൺ റീച്ചാ കയറി പോകുന്നത്. തെങ്ങേറ്റക്കാരി നന്ദിനി. ഇവിടെ വന്നിട്ട് ഈ സീരിയലിൽ വന്നിട്ട് അങ്ങനെ കുറെ പഠിച്ചു. പശുവിനെ കിടക്കാൻ പഠിച്ചു. ശരിക്കും ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിരുന്നു, പശുവിനെ കിടക്കുന്നതൊക്കെ കാണിച്ചിരുന്നു. ട്രാക്ടർ ഓടിക്കാൻ പഠിച്ചു. ട്രാക്ടർ ഓടിക്കാൻ ശരിക്കും പഠിച്ചു. പിന്നെ തെങ്ങ് കയറിയത്. പേടിയാവാറുണ്ട് ഇങ്ങനെ ഇന്ന റോൾ, ഇങ്ങനെ ഇതാണ് നിന്റെ അടുത്ത സീൻ എന്നൊക്കെ പറയുമ്പോൾ? അത് ഭയങ്കര ഇഷ്ടമാണോ? അറിയാത്തൊരു കാര്യമാണ്, പഠിച്ച് ചെയ്യണം. ഇഷ്ടമാണ് ശരിക്കും, എനിക്ക് ഇഷ്ടം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാൻ ഇഷ്ടമാണ്. ട്രൈ ചെയ്യാം. അഡ്വഞ്ചർ തിങ്സ് ഒക്കെ ചെയ്യാൻ പുള്ളിക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മതിലുചാട്ടം, അതിന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മതിലുചാടി വീഡിയോ അതൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനത്തെ കറക്റ്റ് കള്ളത്തിനുണ്ടായിരുന്നു. മോഷ്ടിച്ച് മതിൽ കാണുന്ന പോലെ ഇല്ലേ? മതില് ചാടുന്നതൊക്കെ കുഴപ്പമില്ലായിരുന്നു. അത് നമ്മള് ചാടിയിട്ടുണ്ട്. അത് നമ്മൾ ചാടിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് കോളേജും കാര്യങ്ങളൊക്കെ ചാടി. എല്ലാവരും ചാടിയിട്ടുണ്ടാവുമല്ലോ. കുട്ടി ചാടിയിട്ടില്ലേ? തിരിച്ചു ചോദിച്ചു. അതുപോലെ അതുകൊണ്ട് കുഴപ്പമില്ല, അതൊക്കെ ഓക്കെ ആയിരുന്നു. ഇങ്ങനത്തെ വെയിലൊന്നും ആവാതിരുന്നു, വെയിലത്തൊന്നും വെച്ച് ഷൂട്ട് ചെയ്യാതിരുന്നു. അതാണ് ഏറ്റവും പേടിയുള്ള കാര്യം. ഇവിടെ വന്ന് അന്ന് തൊട്ട് പാടത്തും പറമ്പിലും, പാടത്ത് നിൽക്കുന്നോണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ നട്ടുച്ചക്കൊക്കെ പിടിച്ച് പാടത്ത് നിർത്തിയിട്ട് അത് ലൈക് ബ്യൂട്ടി കോൺഷ്യസ് അങ്ങനെ രീതിയിലാണോ? അത് എനിക്ക് പറ്റില്ല. അതായത് അങ്ങനെയല്ല, പണ്ടൊക്കെ നല്ല കടങ്ങും. ആണോ? ശരിക്കും നല്ല കടങ്ങും എനിക്ക്. അതായത് പണ്ട് സ്കൂൾ ടൈമിലൊക്കെ അങ്ങനെ പിന്നെ കാറ്റൊക്കെ വീശുമ്പോ കിടന്നു ഞാൻ പിടിച്ചിങ്ങനെ ഇരിക്കുക. ഇങ്ങനെയാണ് ട്രാക്ടറൊക്കെ ഓടിക്കുമ്പോ ഇങ്ങനെ പോയിരുന്നു അല്ലേ? നിങ്ങൾ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ എങ്ങനെയാ ഇപ്പൊ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓൺ സ്ക്രീൻ അല്ല, ഓഫ് സ്ക്രീൻ. ഓഫ് സ്ക്രീൻ കളിയാക്കലാണ് കൂടുതൽ. നമ്മൾ അങ്ങനെ ഇങ്ങനെ ആക്കി സംസാരം ഇതുപോലെ വൈബിലാ പോകുന്നത്. അതെ എനിക്ക് പണ്ടേ അറിയാം
പണ്ടേ അറിയാം, നേരത്തെ അറിയാം. പക്ഷെ പേരാവൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. ചേട്ടന്റെ മുഖത്തൊരു വേറെ തൊട്ട് വിചാരിച്ചില്ല. ഒരിക്കലും വിചാരിച്ചതേ ഇല്ല. നന്ദിനി ഈ കുട്ടിയാവുന്ന ഞാൻ വിചാരിച്ചില്ല. വേണ്ടായിരുന്നു. എന്നോട് പ്രൊഡ്യൂസർ പറഞ്ഞിരുന്നു, അരുൺ സാർ പറഞ്ഞിരുന്നു, തൃശ്ശൂർ കുട്ടിയാണ് വരുന്നത് കേട്ടോ, പേര് കൃഷ്ണ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു കൃഷ്ണ കുറെ ആർട്ടിസ്റ്റിനുണ്ടല്ലോ തൃശ്ശൂർ, ആര് കൃഷ്ണ ഏത് ആർട്ടിസ്റ്റാന്ന് പറഞ്ഞു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. മനസ്സിലായപ്പോ ഉഫ് തിരിച്ചോ ചേട്ടനെ പറഞ്ഞപ്പോ എന്തായിരുന്നു അത് ഭയങ്കരമായിരിക്കും. ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ, ഇവര് ഓൾറെഡി അറിയുന്ന ആൾക്കാരെ പഴയ വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. പറ്റില്ലല്ലോ. പിന്നെ ആന്നൊക്കെ പറഞ്ഞു ഓ ചിത്തു ആണോ എന്നൊക്കെ ചോദിച്ചു, അങ്ങനെ എക്സ്പ്രഷൻ അഡ്ജസ്റ്റ്. നീ അങ്ങനെ പറഞ്ഞാ കഴിയട്ടെ. അത് ചേട്ടൻ ഈ പറഞ്ഞ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടൻ്റെ ഹൈലൈറ്റ്സിലൊക്കെ ഈ ഫാൻസ് വന്ന് ഫോട്ടോ എടുക്കുന്ന വീഡിയോയും ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ വേറെ എന്തെങ്കിലും വിയേർഡ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പുറത്തിറങ്ങുമ്പോൾ കൂടുതലും അമ്മമാരൊക്കെ ആണല്ലോ സീരിയൽസ് കാണുന്നത്. അപ്പൊ അവരിത് ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം വെച്ചാല് ആരും ധൈര്യപ്പെടാത്ത ഒരു ക്യാരക്ടറാണ് മനോഹരം എന്ന് പറയുന്നത്. ആരും ചെയ്യാൻ കുറേ പേര് മടിച്ചിട്ടുള്ള ക്യാരക്ടറാണ്. എന്നെ വിളിക്കുന്ന ടൈമിൽ ഇങ്ങനെ ചാനലിൽ നിന്നും ഇവിടെ നിന്നൊക്കെ വിളിക്കുന്ന ടൈമിൽ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, ഈ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് നീ ആദ്യം അറിയണം. അപ്പോൾ ആ ടൈമിൽ ഞാൻ സീരിയൽ വിട്ടതാണ് ശരിക്കും പറഞ്ഞത്. പിന്നെയാണ് നമ്മുടെ കൺട്രോൾ ജോസേട്ടൻ വിളിച്ചിങ്ങനെ പറയുന്നത് ക്യാരക്ടർ ഉണ്ട്, ഇതിലേക്ക് കുറേ പേര് നോക്കി ആപ്റ്റ് ആവുന്നില്ല. അപ്പോഴാണ് ജിത്തുവിലേക്ക് എത്തിയത്. ഇത് നോക്ക്, പക്ഷെ ചിലപ്പോൾ നിനക്ക് ഇഷ്ടപ്പെടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേരെ പറ്റിച്ച് നടക്കുന്നതും, പക്ഷെ അങ്ങനെ ഒരു ചെറിയൊരു ത്രെഡ് പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയപ്പോഴാണ് ആ ക്യാരക്ടർ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലാവുന്നത്. അത് ക്യാരക്ടർ പറഞ്ഞപ്പോൾ ചെറിയൊരു തള്ളല്ല, തള്ളന്റെ തള്ളൽ. 50 കോടി 60 കോടി 70 കോടി അവിടെ ഉണ്ട്, ലാൻഡ് അത് വാങ്ങിച്ചിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ അതുണ്ട്, സിംഗപ്പൂരിൽ അതുണ്ട്, കാനഡയിൽ. അത് വെച്ച് കുറെ ട്രോളുകളും വന്നു. ആ പുള്ളിക്കാരൻ അതെ കണ്ടു കഴിഞ്ഞാൽ 1 ലക്ഷം തോന്നിക്കില്ലെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം ഒക്കെയാണ് പറയുന്നത്. പിന്നെ ക്യാരക്ടറെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സീരിയലിൽ ഓരോരോ ക്യാരക്ടർ വരുമ്പോഴും അതിന് ഇത്രയും കാലാവധിയുള്ളൂ ക്യാരക്ടർ ഉണ്ടായിരുന്നത്. അത് പിന്നെ പോവും, ഒരാഴ്ച 2 ആഴ്ച 3 ആഴ്ചയൊക്കെ വന്നിട്ട് പോവും. ഈ ഒരു ക്യാരക്ടർ ഒരു 2-2.5 വർഷം, എനിക്ക് 2022, ഇപ്പോൾ എത്ര വർഷമായി, 2022 ആ ക്യാരക്ടർ വന്നത്, 3-3.5 വർഷമായി. ഇപ്പോഴും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ക്യാരക്ടറിന് അത്ര ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളൊരു സക്സസ്ഫുൾ ഫാക്ടറാണ്. ആരെങ്കിലും ഇങ്ങനെ ഞാൻ ഈ ചോദിച്ച പോലെ എന്തെങ്കിലും ഉണ്ട്. അത് ഈവൻ എൻ്റെ ഭാര്യയായിട്ട് ഞാൻ പുറത്തു പോകുമ്പോൾ കൂടി അവൾ എന്നെ ദേഷ്യത്തോടെ നോക്കുന്ന രീതിയിലുള്ള കാര്യം വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഭാര്യ ഉള്ളപ്പോൾ തന്നെ കൂടുതലും നമ്മൾ ഈ സാരി ഹൗസ് ഇവിടെയൊക്കെ പോകുമ്പോൾ അവർ വന്ന് ചോദിക്കും, മോളെ നിനക്ക് ഇവൻ എന്നെ കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ അവളൊരു നോട്ടുണ്ട്. ആലോചിച്ചാൽ നമ്മള് വേണ്ടായിരുന്നു, അത് സീരിയലിനാണെങ്കിൽ കുഴപ്പമില്ല. രണ്ടാമത്തെ ഭാര്യ വന്നിട്ട് പറയും, ഇത് ഒറിജിനൽ ഭാര്യ നിൽക്കുമ്പോഴേ അവളൊരു നോട്ടാണ് എന്നെ വൈഫ്, ഇങ്ങനെ അങ്ങനെ പറയും. പക്ഷേ ക്യാരക്ടർ വൈസ് ആളുകളിലൊരു എന്താ പറയാ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയതിൽ പുള്ളിക്കാർക്ക് സന്തോഷമാണ്. അല്ല ചേട്ടന്റെ ആക്ടിങ്ങിന്റെ ഇതുകൊണ്ടാണ് ആൾക്കാർ അതങ്ങനെ ചിന്തിക്കുന്നത്. പിന്നെ അവര് പിന്നെ പറഞ്ഞ ആൾക്കാർ എന്നെ പറയൂട്ടോ, ഞങ്ങള് ചുമ്മാ പറഞ്ഞു കേട്ടോ, പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളെ കണ്ടപ്പോൾ ഒരു സന്തോഷത്തിൽ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ സന്തോഷം കുടുംബകല ഉണ്ടാക്കിയിട്ട് സന്തോഷം കൊണ്ട് പറഞ്ഞതാണത്. ചേട്ടൻ ഇത്രയും പ്രേമിക്കുന്ന ഒരു മിനിച്ചിന് പെട്ടെന്ന് ആൾക്കാരെ പ്രേമിച്ച് വീഴ്ത്തുന്ന ഒരു ക്യാരക്ടറാണല്ലോ. ചേട്ടന്റെ റിയൽ ലൈഫിൽ ചേച്ചി എങ്ങനെയായിരുന്നു? റിയൽ ലൈഫിൽ പ്രേമിച്ച് തന്നെയാണോ കല്യാണം? പ്രേമിച്ച് തന്നെയാണ് ഓഫ് കോഴ്സ്. അതും ഇതായിട്ടൊരു കമ്പയർ ചെയ്യാൻ പറ്റില്ല, നമ്മൾ ക്യാരക്ടറിലേക്ക് മാറാണല്ലോ. അതിതായിട്ടൊരു ഇല്ല, ഇത് ശരിക്കും പറഞ്ഞ ക്യാരക്ടർ കള്ളത്തരാണ്, ഫുൾ കള്ളത്തരം. അത് ഈ കള്ളത്തരം എന്ന് പറയുമ്പോൾ നമുക്ക് പഴയ ബോയിങ് കുറെ മൂവികളൊക്കെ എക്സാമ്പിൾ ഉണ്ടല്ലോ. അപ്പൊ അവര് നമ്മൾ ചെറുപ്പം മുതലേ കണ്ടു കേട്ടുള്ള കുറെ സിനിമകളുണ്ടല്ലോ, അതിന്റെ റെഫറൻസ് ഒക്കെ കണ്ട് നമുക്ക് അതൊരു ഈസി തിങ്ക് ആയി തോന്നുന്നു. അപ്പൊ ഇനി അതെങ്ങനെ ജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോഴല്ലേ അറിയുള്ളൂ. അങ്ങനെ ഒരു കാര്യത്തിൽ സക്സസ്ഫുൾ ആണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ നോർമലി ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ഇൻസ്റ്റയിലായിരിക്കും ഒരു പക്ഷേ കുറെ അപ്ഡേറ്റ്സ് ഉണ്ടാവുന്നത്, കുറെ ഹൈലൈറ്റ്സ് ഉണ്ടാവുന്നത്, നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കിട്ടും. നോർമലി നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ ഇത് നേരെ ഡിഫറെന്റ് ആയിരുന്നു. ചേട്ടൻ്റെ അക്കൗണ്ടിൽ എനിക്ക് ഒരുപാട് ഡീറ്റെയിൽസ് അറിയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടി. ചേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ, ചേച്ചിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ സെറ്റിൽ നടത്തിയത് എല്ലാം ഇഷ്ടംപോലെ, ചേട്ടൻ ഇനോഗ്രേഷൻ ചെയ്തിട്ടുള്ളതും എല്ലാം കിട്ടി. ഇവിടുത്തെ ഹൈലൈറ്റ്സ് എടുത്തപ്പം ഒരു പട്ടിക്കുട്ടി മാത്രം, വേറൊന്നുമില്ല. ചേച്ചി ലൈക് കൃഷ്ണയുടെ അക്കൗണ്ടിൽ വേറൊന്നുമില്ല. ഞാൻ ഭയങ്കര ഒരു പ്രൈവറ്റ് പേഴ്സൺ ആണ്. എനിക്കങ്ങനെ
എല്ലാം അങ്ങനെ ഷെയർ ചെയ്യുക അങ്ങനത്തെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഒരാളാണ്. പിന്നെ എല്ലാവരും ഇതുപോലെ പറഞ്ഞ് കമ്പൽ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഞാൻ ആകെ ചെയ്യുന്നത് ഫോട്ടോസ് ഇടും, വീഡിയോസ് അപ്ലോഡ് ചെയ്യും, പിന്നെ ഞാൻ പോവും. പിന്നെ ഞാൻ അങ്ങനെ DM പിന്നെ ചെക്ക് പോവും, ചെയ്യുക, ഒരു 5 മിനിറ്റ് വീണ്ടും വരും. അല്ല പിന്നെ DM ചെക്ക് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോ നമ്മുടെ പ്രൊഫഷൻ ഇതായതുകൊണ്ട് ചെയ്യണല്ലോ എന്നുള്ളതുകൊണ്ട് ചെയ്യുന്നത് മാത്രം. ഇതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുക എന്നുള്ളത്, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പബ്ലിക് നമ്മൾ കുറച്ച് പ്രസൻസ് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നുള്ളതൊരു ഭയങ്കര നിർബന്ധമായ ഒരു കാര്യമാണോ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ? ഭയങ്കര നിർബന്ധമാണ്, മസ്റ്റാണ് അത് ഇവിടെ നിൽക്കുക. കാരണം ഇപ്പോൾ കാസ്റ്റിംഗ് വരുമ്പോൾ കൂടുതലും ആൾക്കാർ സീരിയൽസിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാസ്റ്റിംഗ് വരുമ്പോൾ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് എത്ര ഫോളോവേഴ്സ് ഉണ്ട് എന്ന് നോക്കിയിട്ട് കാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ. ഓക്കെ, അവരുടെ പേഴ്സണൽ റീച്ചും കൂടെ നോക്കിയിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫോളോവേഴ്സ്, എനിക്കറിയില്ല ആ ഒരു ഫോളോവേഴ്സ് ഇത് വാച്ച് ചെയ്യുന്നുള്ളത് കൊണ്ടാണോ എനിക്കറിയില്ല എന്താണ് അതിൻ്റെ എന്നുള്ളത്. പക്ഷെ എപ്പോഴും അവർ ചോദിക്കുന്നത് ഇൻസ്റ്റാ പ്രൊഫൈലാണ് എത്ര ഫോളോവേഴ്സ് ആണ് എന്ന് ചോദിക്കും. അപ്പം ഞാൻ എൻ്റെ പ്രൊഫഷന് വേണ്ടിയിട്ട്, അതുപോലെ ഞാൻ എന്ന് പറയുന്ന ഒരു പേഴ്സൺ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു അക്കൗണ്ടാണ്. പണ്ട് തൊട്ട് ആക്ടിങ് തന്നെയായിരുന്നു ഇഷ്ടം. ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ചോദിക്കാം, മോഡലിംഗിന്റെ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്, പിന്നെ ആക്ടിങ് കുറച്ച് കുട്ടി ഡാൻസ് റീൽസും കണ്ടിട്ടുണ്ട്, അതല്ലാതെ വേറൊന്നും കണ്ടിട്ടില്ല. അപ്പൊ പണ്ട് തൊട്ടേ ഈ ആർട്ട് സൈഡ് ഒക്കെ ആണെങ്കിൽ ആക്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആക്ടിങ്ങും ഡാൻസും ഭയങ്കര ഇഷ്ടമാണ്. പഴയ പണ്ടോട്ടുള്ള ഡ്രീമും അത് തന്നെയാണ്. അതെ. ഓക്കെ, അത് ആ ഡ്രീമിലേക്ക് എത്തിയതിന്റെ ഒരു സന്തോഷമുണ്ട്. അതാണല്ലോ ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ ആണല്ലോ എന്നുള്ള സന്തോഷമുണ്ട്. അതുകൊണ്ട് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. ചേട്ടന് എങ്ങനെ ഇത്ര ടൈം കിട്ടുന്നത് എനിക്ക് മനസ്സിലാവാതെ. ചേട്ടൻ എല്ലാം അപ്ഡേറ്റ് 2 സീരിയലിൽ ചെയ്യുന്നു, 2 ചേട്ടൻ തന്നെ ഇപ്പൊ പറഞ്ഞു ക്യാരക്ടർ സ്വിച്ച് ചെയ്യുന്നത് വരെ പറ്റുന്നില്ല. കറണ്ട് സിറ്റുവേഷനിൽ ഒരു ഒന്നില് വില്ലൻ ഒന്നില് ഹീറോ ആയിട്ട് ആരും ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്, ആളുകൾ പറയുന്നത്. അപ്പം ഞാൻ തന്നെ ഷോക്ക്. ഞാൻ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് എടുത്തു നോക്കാൻ പോയിട്ടില്ല ഇതുവരെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു വലിയൊരു ചലഞ്ചാണ്. അതിന്റെ കൂടെ ചേട്ടൻ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, മാനേജ് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഈ അടുത്ത ജിത്തു എനിക്ക് തോന്നിയിട്ടുള്ളത്, ജിത്തു ഇങ്ങനെ സോഷ്യലി നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. സോഷ്യലി ഭയങ്കര ആക്റ്റീവ് ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗെയിം ഷോ ആയിക്കോട്ടെ, അങ്ങനെ ഞാൻ അങ്ങനെയും ഒരു പേഴ്സണേ അല്ല. ഞാൻ ജിത്തു ഇപ്പൊ സ്റ്റാർ മാജിക് ഒക്കെ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ഗെയിം ഷോസ് കാര്യങ്ങളൊക്കെ. അതായത് ഇതൊക്കെ നമുക്ക് ഒരുപാട് ഫെയിം തരുന്ന സംഭവമാണ് ശരിക്കും. ഈ സ്റ്റാർ മാജിക്കിൽ പോയി എല്ലാവരും നല്ല ഫെയിം കിട്ടിയിട്ടുണ്ട് അവർക്ക്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ബിഗ് ബോസ് പോലത്തെ ഷോ ഒക്കെ വന്നാൽ ചേട്ടൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുമോ പോകാൻ? ഇല്ല. ബിഗ് ബോസ് ഇപ്പോൾ നമ്മുടെ ക്വാർട്ടേഴ്സിൽ ഒരുപാട് പേര് പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്ത കല്യാണത്തിൽ തന്നെ 3 പേര് പോയി. അപ്പോൾ അടുത്ത ഒരു എന്താ പറയാ, ജിത്തുവിനെ വിളിക്കുമെന്നുള്ള ഒരു ഓപ്ഷനിലൊക്കെ വന്നിരുന്നു. പ്രഡിക്ഷൻ ലിസ്റ്റ് ഒരുപാട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തും വരും, യൂട്യൂബിലൊക്കെ വരും. ഇപ്പോൾ ഞാൻ മൗനരാഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മീന ചേച്ചിനും പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ 2 പേരും ആയിരുന്നു. നമ്മളറിഞ്ഞില്ലല്ലോ. തീർച്ചയായും വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് ഞാൻ തന്നെ ആദ്യം എസ് പറഞ്ഞു, പിന്നെ നോന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നാമത് ഞാൻ ഈ പ്രോഗ്രാം കാണാറില്ല, എനിക്ക് താല്പര്യമില്ല. പിന്നെ നമ്മുടെ ഒരു ആർട്ടിസ്റ്റുകളൊക്കെ അതിലുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു കട്ട് പീസുകളൊക്കെ അതുകൊണ്ട് ബൈറ്റ്സ് വരുമ്പോൾ മാത്രം ഇങ്ങനെ കാണും. ഒന്നാമത് താല്പര്യമില്ല. പിന്നെ നമ്മുടെ അക്കോർഡിംഗ് ടു മീ നമുക്ക് പിന്നെ ഫ്യൂച്ചർ ഇല്ല എന്നാണ് ഞാൻ കരുതിയിട്ടുള്ള കാര്യം. ബിഗ് ബോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇത് കേൾക്കുമ്പോൾ ഫാക്റ്റ് ആണെന്ന് തോന്നുമായിരിക്കും, എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് ഇപ്പം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, അപ്പൊ അങ്ങനെ തന്നെ പോകുന്നതാണ്. അങ്ങനെ തന്നെ പോകണം. വന്നിട്ടുണ്ടോ ബിഗ് ബോസിൽ എന്തെങ്കിലും? എനിക്ക് തമിഴ് ബിഗ് ബോസ് വന്നിട്ടുണ്ട്, മലയാളം വന്നിട്ടില്ല. തമിഴ് ബിഗ് ബോസ് അടിപൊളിയാവും. ഈ ചേട്ടൻ ലൈക്ക് മൂവിയിൽ ആക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പോഴും ചേട്ടൻ അത് തന്നെയാണോ, ലൈക്ക് ഫ്യൂച്ചർ ഗോളായിട്ട് ഭയങ്കര ആഗ്രഹം? അത് തന്നെയാണ്, സിനിമയിൽ പോകണം തന്നെയാണ്. ഞാൻ പൊതുവെ കേട്ടിട്ടുണ്ട് സീരിയൽസിൽ ആക്ട് ചെയ്ത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ സീരിയൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ തന്നെ സ്റ്റക്കായി പോകാറുണ്ട്. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ പിന്നെ സിനിമയിലേക്ക് എത്താറുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡയറക്ടർ സിനിമ ചെയ്യുന്ന സമയത്ത് തന്നെ അവർ സീരിയൽ ചെയ്യുന്നതല്ലേ, അല്ലെങ്കിൽ സീരിയലിൽ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ ആൾക്കാർ, ഇത് സിനിമയിലേക്ക് വേണോ എന്നുള്ള രീതിയിൽ പറയാറുണ്ടെന്ന്. അങ്ങനത്തെ ഒരു സംഭവം ശരിക്കും നിലനിൽക്കുന്നുണ്ടോ? ഉണ്ട്. ഇതിപ്പോൾ ശരിക്കും നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടർ തന്നെ സീരിയലിൽ നിന്ന് വന്ന് ഡയറക്ടറായിട്ടുള്ള ഒരു ഫേമസ് പേഴ്സൺ. പുള്ളിക്കാരൻ, ഞാൻ പേര് പറയുന്നില്ല, പുള്ളിക്കാരൻ ഞാനായിട്ടൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു ഫോൺ ത്രൂ. പുള്ളിക്കാരൻ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സീരിയൽ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഫെമിലിയർ ആവാൻ പാടില്ല. ആയിക്കഴിഞ്ഞാൽ അത് സിനിമയിലേക്കുള്ള ഒരു എൻട്രി നിങ്ങൾ കിട്ടില്ല എന്ന് ആ വ്യക്തി പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ ഞാനതിനെ ക്രോസ് ചെക്ക് ചെയ്താണ് പറഞ്ഞത്. അങ്ങനെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് പേര് ഫിലിമിൽ വന്നിട്ടുണ്ട്. നമിത പ്രമോദ്, അനുപേട്ടൻ, സ്വാസിക, പിന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്.
ഈവൻ ബിജുവേൻ അതെ അതെ ബിജുവേട്ടൻ സീരിയൽ നിന്നാണ് വന്നത്. അതൊക്കെ പണ്ടാണ്. അതൊക്കെ പണ്ടാണ്. ഇപ്പൊ റീൽസിൽ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരുന്നില്ലേ, ഉണ്ട്, ഇഷ്ടം പോലെ വരുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതായി മാറി അതെ മൊത്തത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്, സോഷ്യൽ മീഡിയ ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെ ഒരുപാടുണ്ടല്ലോ. ഇപ്പൊ എല്ലാവരും സെലിബ്രിറ്റീസ് അല്ലേ, അതെ എല്ലാവരും സെലിബ്രിറ്റീസ് ആയിപ്പോ. ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ളത് ഒരു കോമൺ വേർഡ് ആയിട്ട് അതെ അതെ. അപ്പം അവർക്ക് കുറച്ചുകൂടെ ആക്സസ് ഉണ്ട് മൂവീസിലേക്ക്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ഫോളോവേഴ്സ് കൊണ്ട്, അതാണ് അവർക്ക് റീച്ച് ഉള്ളതുകൊണ്ട് ടാലന്റ് എന്നുള്ള ഒരു ഫാക്ടറിന്റെ അപ്പുറത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ശരിക്കും. ഇപ്പൊ നമ്മൾ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരുടെ, ഇതിപ്പോ ഒരു ഇതെല്ലാം കോൺട്രവേഴ്സി ആവുമെന്ന് അറിയില്ല, പക്ഷെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാരെ നമുക്ക് കാണുമ്പോൾ ശരിക്കും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, ഇവർ എന്താണ് ചെയ്തത്, എന്ത് ചെയ്തിട്ടാണ് ഇവർക്ക് ഇത്ര ഫോളോവേഴ്സിന് നമുക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വ്യൂസും കുറവായിരിക്കും, അവർക്ക് അത്ര ഫോളോവേഴ്സും ഉണ്ടാവില്ല. ഒരു മൊബൈലും കൊണ്ടുവച്ച് റീൽസ് ചെയ്യുന്ന ഒരാൾ, ഞാൻ അവരെ കുറ്റം പറയില്ല, മൊബൈലും കൊണ്ടുവച്ച് റീൽസ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർ വന്നിട്ട് അവർക്ക് റീച്ച് ഔട്ട് ആവുന്ന ആ ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ടല്ലോ, ഇവരെ സിനിമയിലേക്ക് ഡയറക്റ്റ് വിളിക്കുകയാണ് അല്ലെങ്കിൽ സീരിയലിലേക്ക് ഡയറക്റ്റ് വിളിക്കാനും ഒരുപാട് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. വിളിച്ച ടൈമിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ, അതായത് ഈ മൊബൈലിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ഈ ക്യാമറയുടെ മുമ്പിലുള്ള അഭിനയം. അവരപ്പോൾ തപ്പിപ്പിടുത്തലുണ്ട്. നമുക്കങ്ങനെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, നിങ്ങൾ മറ്റേ റീല് ചെയ്ത് എനിക്ക് കാണിച്ചു തന്നിരുന്നല്ലോ, അത് നല്ല ആക്ടിങ് ആണല്ലോ. അപ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെ വരുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. മൊബൈലിന് മുന്നിൽ നിന്നുമ്പോൾ അവർ മാത്രമേ ഉള്ളൂ, ഇത്രയും ആൾക്കാർ കാണുന്നില്ലല്ലോ, സെൽഫായിട്ട് നമ്മളങ്ങ് ചെയ്യല്ലേ. പിന്നെ ആ ഒരു ടെക്നിക്കൽ സൈഡും അറിയാത്തതിനുണ്ടോ, പക്ഷെ അവർക്ക് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും. കുറച്ച് നാൾ കഴിഞ്ഞ് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ വന്നിട്ടും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ വന്നിട്ട് ഫീൽഡ് ഔട്ട് ആയ ഒരുപാട് പേരുണ്ട്. നമുക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു പോയൊരു ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും റീലിലേക്ക് തന്നെ പോവാം, അതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു പോണവരുണ്ട്. അതിൽ നല്ല വരുമാനം കിട്ടുന്നുണ്ട് അവർക്ക്. അവരെ നോക്കുമ്പോൾ എന്താ അത്, അതായത് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്, അവരത് യൂസ് ചെയ്യുന്നു. ഇപ്പൊ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് നല്ലപോലെ പൈസ കൊടുക്കുന്നുണ്ട്, യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാ ഫേസ്ബുക്കിലൊക്കെ. അപ്പൊ അവർക്ക് അത് മതി. നമ്മളൊക്കെ ഇവിടെ വരുന്നത് ലൊക്കേഷനിലേക്ക് ഒരു 6:30 7 നമ്മൾ ഇവിടെ വരും. ഇവിടുന്ന് പോകുന്നത് 8:30 ആയിരിക്കും. അതാവുമ്പോ ആവശ്യമില്ല, അത്ര ഒരു സ്ട്രെസ്സോ സ്ട്രെയിനോ ഒന്നും ആവശ്യമില്ല. അവരുടെ സൗകര്യത്തിന് അവർക്ക് എടുക്കാം. നല്ല നല്ല എന്താണ് നല്ലൊരു പേയ്മെന്റും വരുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനും അത് നോക്കുമ്പോ എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്തത്. ഏത് മറ്റേ ഇതില് റീൽസും ഇങ്ങനെ ഇൻഫ്ലുവൻസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ കമ്മിങ് ടു ദിസ് സീരിയൽ. ഇപ്പോൾ സോന ചേച്ചിയുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ ചേച്ചി നേരത്തെ പറയുന്ന തൊട്ട് 36-37 വർഷമായി അഭിനയം ഇത് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചിയോട് ആക്ട് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? സീതാ കല്യാണത്തിൽ എൻ്റെ അമ്മയുടെ ചേച്ചിയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ കൂടിയും ഷെഡ്യൂളിൽ 1-2 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ ചേച്ചിക്ക്. അപ്പോൾ ചേച്ചീനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ചേച്ചി പറയുള്ളൂ നമുക്ക് ഇനി അടുത്ത ഷെഡ്യൂൾ കാണാം. ചേച്ചി മറ്റേ എന്താ കാഷായ വേഷം അല്ല അങ്ങനെയല്ല പറയാം, മറ്റേ സന്യാസി അതൊക്കെ ഇട്ടിട്ട് വരാം. അതിട്ടിട്ട് ഇങ്ങനെ കാലത്ത് വരും. നമ്മൾ പറഞ്ഞു നമുക്ക് കോമ്പിനേഷൻ 1-2 സീൻസ് ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ ഞങ്ങൾ ഭയങ്കര ക്ലോസാ. പിന്നീട് ഇതിനു മുമ്പ് ഒരു മോക്ക് ഷൂട്ടിന് ഞങ്ങൾ വീണ്ടും കണ്ടു സീരിയൽ. ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലല്ലോ, ഡയറക്റ്റ് പ്രൊഡ്യൂസ് ഫിക്സ് ചെയ്യണല്ലോ. മോക്ക് ഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞിട്ട് സീരിയലിലേക്ക് എൻട്രി വരും. അതിപ്പോ ഈവൻ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റ് ആയാലും അങ്ങനെ വരണം. അപ്പൊ അങ്ങനെ ഞങ്ങൾ കണ്ടായിരുന്നു. അന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ചേച്ചി നമ്മൾ ഒരുമിച്ച് അമ്മ മകനായിരിക്കും വീണ്ടും. അതിനും ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് എത്തുന്നത്. ഓക്കെ, കൃഷ്ണയ്ക്ക് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം ഞാൻ മീറ്റ് ചെയ്യുന്നത് ഇതിൽ വന്നതിന് ശേഷം. പക്ഷേ എനിക്ക് സോന ചേച്ചി ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേഴ്സണാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പക്ഷെ നമുക്ക് മൂവീസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് പട്ടണത്തിൽ സുന്ദരനൊക്കെ കണ്ടിട്ട് ചേച്ചി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ കാണാൻ പറ്റി. ഭയങ്കര എന്താ സ്വീറ്റാണ്, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അങ്ങനെ ഒരു എനിക്കങ്ങനെ വലിയൊരു ഡിസ്റ്റൻസ് ഒന്നും തോന്നിയില്ല. സുന്ദരനാണോ അത്? സദാനന്ദന്റെ സമയല്ലേ? അല്ലല്ലേ, തെറ്റിപ്പോയത്. പട്ടണത്തിൽ സുന്ദരൻ കണ്ടിട്ട് എനിക്ക് നല്ല പട്ടണത്തിൽ സുന്ദരൻ അതല്ല, എനിക്ക് ക്യാരക്ടർ പറഞ്ഞപ്പോ ഒരു കൺഫ്യൂഷൻ. ഞാൻ പറഞ്ഞു വെറുതെ ഞാൻ എന്തിനാ ട്രോള് വാങ്ങിക്കുന്നത് അയ്യോ എന്നൊക്കെ പറയില്ലേ. ഭയങ്കര അങ്ങനെ അത് നേരിട്ട് മാല വാങ്ങി തന്ന് അതെ സംഭവം. വെട്ടത്തിൽ നല്ല ക്യാരക്ടറായിരുന്നു. പിന്നെ നരൻ. അപ്പോ അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഒരു ഡിസ്റ്റൻസ് ഒന്നും തോന്നിയില്ല. അറിയുന്ന ഒരാളുടെ അടുത്ത് നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത് ഞങ്ങൾ. പക്ഷെ സീരിയലില് ഈ സ്വയംവര പന്തലിൽ വരുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഇഷ്ടമേ അല്ല അങ്ങനെയാണ് ചേച്ചിക്ക്. പക്ഷെ നേരിട്ട് ഞങ്ങളാണ് എപ്പോഴും ഒരുമിച്ചിരിക്കലും സംസാരിക്കലും. ഞങ്ങളോളം ശത്രുത വരില്ലല്ലോ.
അമ്മയും മോനും ഞാനും അമ്മ എന്നുള്ള ശത്രു എന്നിൽ വരില്ല. എന്തായാലും അവിടെ എത്തൂലല്ലോ അവിടെ ക്യാരക്ടർ എത്തില്ല. വൈസ്. ഞങ്ങളോളം ശത്രു ഇല്ല ഇവര് അങ്ങനില്ല. ആ പേഴ്സണ് പത്മ എന്ന് പറയുന്ന പേഴ്സണ് സൂര്യ ഭയങ്കര ഇഷ്ടമാണ്. സൂര്യക്കല്ലേ ഭയങ്കര ഇഷ്ടമല്ലാത്ത? ഇഷ്ടമാണ്. സൂര്യക്കല്ലല്ലോ ഇഷ്ടം. സൂര്യക്ക് ഇഷ്ടമല്ല, പത്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയറിൽ ഞാൻ ചെയ്ത സീരിയലുകളിൽ എനിക്ക് കൂടുതൽ 1-2 അതായത് 2 സീരിയലിൽ അമ്മയായിട്ടുള്ള ഇഷ്യൂസ്, അമ്മയായിട്ടുള്ളൊരു കോൺഫ്ലിക്ട്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. സീതാ കല്യാണത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. രൂപശ്രീ അറിയാം ഞങ്ങൾ എപ്പോഴും ശത്രുതയാണ്. ചിലപ്പോൾ അത് കണ്ടിട്ടായിരിക്കാം അതുപോലൊരു സംഭവം ഇതിലും വന്നിട്ടുണ്ട്. പക്ഷെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലാനുള്ള ദേഷ്യം മോന് ഇഷ്ടമേ അല്ല, അമ്മയ്ക്ക് ഇഷ്ടമുണ്ട്. അങ്ങനെ ഇതുണ്ട്. പക്ഷെ വീണ്ടും ആ ഒരു ഓർമ്മ വന്നു, റിമൈൻഡ് ഓഫ് ദാറ്റ് സീതാ കല്യാണം ഓർമ്മ വന്നു. അത് വളരെ സന്തോഷം. അതുപോലെ തന്നെ അത് അങ്ങനെ ക്യാരക്ടർ വന്നു. പക്ഷെ ഇത് കുറച്ചും കൂടി ആളുകളുടെ ഇടയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണിത്. ഓക്കെ, അപ്പോൾ ഇത്രയും സമയം നിങ്ങളുടെ ഈ ഷൂട്ടിംഗ് ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞല്ലോ 4 ആഴ്ചയായിട്ട് ഇങ്ങനെ റേറ്റിംഗ് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് 5th വീക്കാണ്. ഒരു 1 hour മുമ്പ് റേറ്റിംഗ് ഈ വീക്കും നമ്മളിപ്പോൾ റേറ്റിംഗിൽ കയറിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് മൗനരാഗം പറഞ്ഞ പോലെ ഒരുപാട് എപ്പിസോഡ്സ്, ഒരു 1000+ എപ്പിസോഡ്സ് ഈ സീരിയലിൽ മുന്നോട്ട് പോകട്ടെ, കുറച്ചും കൂടെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യട്ടെ. താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു.